ക്രിസ്തുമസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രോസിക്യൂഷനെതിരെ രൂക്ഷ വിമർശനവുമായി കോഴിക്കോട് ജില്ലാ കോടതി. ചോദ്യപേപ്പറിന്റെ കസ്റ്റോഡിയർ സർക്കാരാണെന്നും ഉദ്യോഗസ്ഥരെ ആരെയും പ്രതി ചേർത്തിട്ടില്ലല്ലോ എന്നും കോടതി ചോദിച്ചു. ചോദ്യപേപ്പർ ചോർച്ച കേസിലെ പ്രതി MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ജനുവരി 3 മാറ്റി. അതേസമയം ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാതിരുന്ന 2 അധ്യാപകരുടെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തി. ക്രിസ്തുമസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്ന കേസിലെ പ്രതി MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെയാണ് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി പ്രോസിക്യൂഷനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. കേസിൽ ഗൂഢാലോചനാ കുറ്റം എങ്ങനെ നിലനിൽക്കുമെന്നും ഒരാൾ ഒറ്റയ്ക്ക് എങ്ങനെ ഗൂഢാലോചന നടത്തുമെന്നും കോടതി ചോദിച്ചു. സർക്കാരാണ് ചോദ്യപേപ്പറിന്റെ കസ്റ്റോഡിയൻ എന്ന് വ്യക്തമാക്കിയ കോടതി ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്ത നടപടിയെയും വിമർശിച്ചു. പ്രതി മുഹമ്മദ് ഷുഹൈബിനെതിരെ ഗൂഢാലോചനാ വകുപ്പ് ചുമത്തിയതിൽ അഡീഷണൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടു. ചോദ്യം പ്രവചിക്കുന്നത് കുറ്റകരമല്ലെന്നും കോടതി നിരീക്ഷിച്ചു. തുടർന്നാണ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ജനുവരി 3 മാറ്റിയത്. ഇതിനിടെ തുടർച്ചയായി നോട്ടീസ് നൽകിയിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്ന MS സൊല്യൂഷനിലെ 2 അധ്യാപകരുടെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തി. അധ്യാപകരായ ജിഷ്ണുവും ഫഹദും ഒളിവിലാണെന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.